എന്ന് പറഞ്ഞാൽ 1 മാസം. അപ്പൊ എന്റെ ഹൃദയത്തിലേക്ക് ഈ ചിന്ത ഇങ്ങനെ വന്നു ഈ ഭാഗം ചിന്തിച്ചപ്പോൾ. 1 മാസം യാക്കോബിനെ നിർത്തിയപ്പോൾ ലാബാന് തോന്നി. ലാബാൻ എപ്പോഴും ലാഭക്കണ്ണിൽ നോക്കുന്ന ഒരാളാണ്. യാക്കോബും ലാഭക്കണ്ണിൽ നോക്കുന്ന ഒരാളാണ്. പക്ഷേ രണ്ടുപേരും കണക്കൂട്ടലുകളുടെ ആളുകളാണ്. എന്നാൽ യാക്കോബിന്റെ കണക്കൂട്ടലിനേക്കാൾ കൂടിയ കണക്കൂട്ടലാണ് ലാബാനുള്ളത്. കാരണം പ്രൈസ് ദി ലോർഡ്, ആമേൻ, ലാബാൻ ഇതിൽ നിന്നാണല്ലോ വന്നത്. ആമേൻ. നമുക്ക് പിന്നെ അതിനെ കുറിച്ചുകൂടി വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ലാബാന് മനസ്സിലായി ചെറുക്കൻ കൊള്ളാം, നല്ലൊരു പയ്യനാണ്, കുഴപ്പമില്ല, നന്നായി ജോലിയൊക്കെ എടുക്കുന്നുണ്ട്. കാരണം യാക്കോബ് ഇതുവരെ ജോലിയൊന്നും എടുത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ അമ്മയുടെ ചുരിദാറിന്റെ തുമ്പത്തായിരുന്നു എപ്പോഴും പിടിച്ചുകൊണ്ട് നടന്നത്. അമ്മയുടെ കൂടെ അടുക്കളയിലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അവസരത്തിനൊത്ത് യാക്കോബ് ഉയർന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പേരില് നമ്മൾ വീട്ടിൽ എവിടെയായിരുന്നാലും കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതത്തിനകത്തൊരു വിജയം വേണമെങ്കിൽ അവസരത്തിനൊത്ത് ഉയരുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്യുക. ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്, ഞാൻ വളർന്നപ്പോഴേ ഇങ്ങനെയാണ്, ഞാൻ അമ്മയുടെ ഓമന കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ലാബാന്റെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. 1 മാസമാകുമ്പോൾ ലാബാൻ പറയും, മോനെ ആമേൻ, വണ്ടിക്കൂലി ഇവിടെ ഉണ്ട്, അടുത്ത സൂപ്രഭാഷത്തിന് കയറി നീ പെട്ടെന്ന് വീട്ടിലോട്ട് പോക്കോ, അമ്മ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് ലാബാൻ പറയും. പക്ഷെ അതിനു മുമ്പേ ലാബാന് മനസ്സിലായി ഇവൻ ഇവിടെ നിന്നാൽ പ്രയോജനമുണ്ട്, അതുകൊണ്ട് വെറുതെ അല്ല, കാരണം അവനൊരു ഉത്സാഹം വേണ്ടേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ വെറുതെ എത്ര നാള് ചെയ്യുമ്പോ ഞാനെന്തിനാ എത്രമാത്രം കഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് അവൻ കൂടുതൽ ഉത്സാഹം വന്നാൽ ഇവൻ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് അമ്മാച്ചന് തോന്നിയപ്പോ പറഞ്ഞു, ഞാൻ നിനക്ക് പ്രതിഫലം തരാം. എന്നാൽ മൊത്തം 20 വർഷം യാക്കോബ് ലാബാനെ സേവിച്ചു. 17 വർഷം നമുക്കറിയാം റാഹേലിന് വേണ്ടി ലാബാനെ സേവിച്ചു. പക്ഷേ ലാബാൻ പറ്റിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പനെ ഇരട്ടത്ത് പറ്റിച്ചു, ലാബാനും ഇരട്ടത്ത് പറ്റിച്ചു. പ്രൈസ് ദി ലോർഡ്. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താണ്. കൊടുത്താൽ കൊല്ലത്തിൽ കിട്ടുമെന്നുള്ള ഒരു കാര്യമുണ്ട്. എത്ര വലിയ ഭക്തനായാലും ഈ ഭൂമി ചെയ്യുന്നതിന്റെ, നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു മറുഭാഗം നമുക്ക് എന്തോ ലഭിക്കും, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടും. ഇത് കണ്ടിട്ട് മാത്രമേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തോട് ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്, പക്ഷെ എളുപ്പ വഴിയില്ല. യാക്കോബ് നോക്കിയതൊക്കെ എളുപ്പ വഴികളാണ്. സ്വന്തം പ്ലാനും പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിലും യാക്കോബ് വന്നില്ല. ദൈവത്തിന് യാക്കോബിനെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം യാക്കോബിനോട് പറഞ്ഞു, നീ കാത്തിരിക്കുക, നീ എന്ത് ചെയ്യണം, ഞാൻ അനുഗ്രഹിക്കുമെന്ന്, നിന്നെ അനുഗ്രഹിക്കും, ഞാൻ മൂത്തവനേക്കാൾ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ട്. അത് നീ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആരും ഒരു സ്തോത്രം പോലും പറയുന്നില്ലല്ലോ. ഇല്ല, ആ വാഗ്ദത്തം എവിടെയുള്ളതാ? പക്ഷെ നീ ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. പക്ഷെ നീ എന്ത് ചെയ്യണം? ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കാത്തിരിക്കാൻ മനസ്സില്ലാത്ത തിടുക്കമുള്ള യാക്കോബ് കാണിച്ചത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നില്ല. അതുകൊണ്ട് ഈ ഭൂമി യാക്കോബ് എന്തെല്ലാം കാണിച്ചോ അതെല്ലാം യാക്കോബ് ഭക്തനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദൈവം തൊട്ടവനായിരുന്നു, ദൈവം പേര് മാറ്റിയവനായിരുന്നു. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്തു. ഇതിൽ നിന്ന് 12 ഗോത്രങ്ങളുണ്ടായി. ഇത് കാണുന്ന ഇസ്രായേൽ രാഷ്ട്രമുണ്ടായത് ഈ ഗോത്രത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ സകല പദ്ധതികളും ഉണ്ടെങ്കിലും ഈ ഭൂമി വെച്ച് ചെയ്തതെല്ലാം തിരിച്ചു വാങ്ങേണ്ടി വന്നു യാക്കോബ്. നമ്മൾ വളരെ ഭയപ്പെടുന്നു.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിലും നമുക്ക് കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് പറ്റും. പക്ഷെ ഒന്നും പറ്റാത്തൊരു സമയത്ത് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മൾ എല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും. ആമേൻ. പ്രിയമുള്ളവരെ, ഇതിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല, മെസ്സേജിലേക്ക് വരട്ടെ. പ്രതിഫലം നൽകുന്ന ദൈവം യാക്കോബിന്റെ പ്രതിഫലം ഉറപ്പുവരുത്തി. പ്രൈസ് ദി ലോർഡ്. ലാബാൻ പറ്റിച്ചെങ്കിലും ദൈവം പ്രതിഫലം ഉറപ്പുവരുത്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൈദ്യരെ മനുഷ്യൻ നിന്നെ പറ്റിക്കാം, മനുഷ്യന്റെ പ്രതിഫലം മാറ്റാം, മനുഷ്യൻ വാക്ക് മാറ്റാം. പക്ഷെ ദൈവമാണ് നിനക്ക് ഉറപ്പ് വരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ 20 വർഷം യാക്കോബിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിലായിരുന്നില്ല. 20 വർഷം യാക്കോബിന്റെ ശക്തി റാഹേലായി. പ്രൈസ് ദി ലോർഡ്. യാക്കോബിനെ നിലനിർത്തിയത് ദൈവമായിരുന്നെങ്കിലും അവന്റെ കണ്ണ് കുഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ വായിച്ചല്ലോ. അങ്ങനെ നിൽക്കാനുള്ള കാരണം റാഹേലിനെ ഓർക്കുമ്പോൾ അവന് കട്ടമെല്ലാം സഹിച്ചു. കരയുയർത്തുന്ന സ്തോത്രം ചെയ്ത ആമേൻ. അവൻ ദിവസങ്ങൾ പോയത് അവൻ അറിഞ്ഞില്ല. അപ്പോൾ അവന്റെ ശക്തി എന്ന് പറയുന്നത് ആരാ? റാഹേല. റാഹേലിനെ നോക്കിയാണ് അവൻ ജീവിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ റാഹേൽ അല്ല അവനെ നിലനിർത്തിയത്, സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, ദൈവമായിരിക്കണം നിന്റെ ആത്മജീവിതത്തിന്റെ ശക്തി. നമ്മൾ എന്തെല്ലാം അധ്വാനിച്ചാലും, രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചാലും, കണ്ണു കുഴിഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, തല നരച്ചാലും, ശരീരം ക്ഷീണിച്ചാലും, ജീവിതത്തിന്റെ ഏത് മേഖലകളിലൂടെ നീ അധ്വാനിച്ചു പോയാലും ദൈവം നിനക്ക് പ്രതിഫലം തരുന്നില്ല എങ്കിൽ നിനക്ക് ശൂന്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചു പറയുന്നവരെ, ഇവിടെ രണ്ടുപേരുടെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. യാക്കോബിന്റെ സ്നേഹവും ലേയുടെ സ്നേഹവും. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ പറ്റിച്ചെന്ന് മനസ്സിലായപ്പോൾ ലേയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യൻ നിരസിച്ചവളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. യാക്കോബ് ലേയെ നിരസിച്ചു, എല്ലാവരും നിരസിച്ചു, പക്ഷേ ദൈവം അവളെ നിരസിച്ചില്ല. നിന്റെ ജീവിതത്തിൽ എല്ലാവരും നിന്നെ നിരസിക്കുമ്പോൾ നീ ഓർക്കണം, ദൈവം നിന്നെ നിരസിക്കുന്നില്ല. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. പാടിയാട്ടെ. ലോകത്തിലാശ്രയമോ ആമേൻ. ദൈവത്തിൽ ആശ്രയമായിരിക്കണം ദൈവത്തിന്റെ ജീവിതത്തിൽ. ഇന്നത്തെ മെസ്സേജിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആളുകൾ നമ്മളെ നിരസിക്കുമ്പോൾ ദൈവം നമ്മളെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആളുകൾ ആർക്ക് ലേ കാണാൻ പറ്റുന്നില്ല. കാരണം ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞ കണ്ണാണ്. ആളുകൾ താരതമ്യം ചെയ്യുന്നത് റാഹേലുമായിട്ടാണ്, ഇളയവളുമായിട്ടാണ്.
ആളുകള് പെണ്ണ് കാണാനൊക്കെ വന്നിട്ട് പറയും, ഇളയവള് കൊള്ളാം, മൂത്തവള് ചിലരൊക്കെ ചെന്ന് രഹസ്യമായിട്ട് ചോദിച്ചു കാണും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എൻ്റെ ചിന്താഗതിയിലാണ് പറയുന്നത്. ബ്രോക്കർമാരൊക്കെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു കാണും, ഒരു കാര്യം ചോദിച്ചു നോക്ക്, മൂത്തവളെ വേണ്ട. എൻ്റെ ചിന്തയാണ്, ഇതൊന്നും സംഭവിച്ച കാര്യമല്ല. ഇളയവളെ ആണെങ്കിൽ കല്യാണം കഴിച്ചോളാം. ലാബാൻ അന്നേ ചിന്തിച്ചു, മൂത്തവളെ നിർത്തിയിട്ട് ഇളയവളെ. വീട്ടിൽ വന്നവന്റെ ചിന്ത ഇതാ, ലേ വേണ്ട, റാഗേലിനെ മതി. കാരണം കുറച്ചുകൂടെ സൗന്ദര്യമൊക്കെ ഉള്ളത്. ഇവിടെ കണ്ണിന് തെളിച്ചമില്ല, കണ്ണിന് ശോഭയില്ല. എബ്രായ ഭാഷയിൽ അതിനെ കാണുന്നത് ദുർബലമായ കണ്ണുകൾ ഉള്ളവന്നാണ്. ദുർബലമായ ബലഹീനമായ കണ്ണുള്ളവരാണ്. ആളുകളെ കണ്ണിലേക്ക് നോക്കിയാണ് പലപ്പോഴും സംസാരിക്കുന്നത്. ഒരാളുടെ കണ്ണ് കാണുമ്പോഴറിയാം അയാൾ എത്രമാത്രം ഊർജ്ജസ്വലനാണെന്നുള്ളത്. ആളുകളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലേഖയുടെ ഒരു പശ്ചാത്തലമുണ്ട്. ലാബാന്റെ മൂത്ത മകളാണ്. പക്ഷെ അവളുടെ സഹോദരി ഇളയവള് റാഹേൽ സുന്ദരിയും ആകർഷണീയമായതുകൊണ്ട് എല്ലാവരും അവൾക്ക് മുൻഗണന നൽകി. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ അവൾ സെക്കൻഡ് ചോയ്സ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ലാബാന്റെ ജീവിതത്തിൽ ദൈവം അവൾക്ക് നൽകിയത് സെക്കൻഡ് ആയിട്ടല്ല, ഫസ്റ്റ് ആയിട്ടാണ് നൽകിയത്. മൂത്ത പൈതലായിട്ടാണ് നൽകിയത്. ആ കുടുംബത്തിലെ മൂത്ത പൈതലായിട്ട് നൽകിയപ്പോൾ ലോകം അവളെ സെക്കൻഡ് ആയിട്ട് കണ്ടു. ആളുകൾ പറഞ്ഞു, മൂത്തവളെ വിവാഹം കഴിക്കാൻ വേണ്ട, ഇളയവളെ മതി. യാക്കോബിന്റെ ചിന്ത, മൂത്തവൾ വേണ്ട, ഇളയവളെ മതി. അവൾ ഒരു സെക്കൻഡ് ചോയ്സ് ആയിരുന്നു. പക്ഷെ ദൈവം അവളെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുത്തു. കാര്യങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വൈദ്യുതി ദൈവം മനുഷ്യനെ മാറ്റി നിർത്തുമ്പോൾ അവരുടെ നടുവിൽ ദൈവം ഫസ്റ്റ് ചോയ്സ് ആക്കിയിട്ട് ചില മേഖലകൾ ദൈവം തന്നെ ആക്കി വെക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന പറയുകയാണ്. നിന്റെ ജോലി സ്ഥലത്തില്, നീ ആയിരിക്കുന്ന സമൂഹത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ ചാർച്ചക്കാരുടെ ഇടയില്, നിന്റെ ബന്ധുക്കാരുടെ ഇടയില്, നിന്റെ ഭവന് ഒരു ചോയ്സ് അല്ല പലർക്ക്. പക്ഷെ നിന്റെ കുടുംബത്തില് ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ദൈവമാറ്റമെന്ന് ഇന്ന് പകൽക്കാലം നീ ദൂതേറ്റെടുത്ത് നീ സ്തോത്രം പറയണം. Praise the Lord. യാക്കോബ് അവളെ സ്നേഹിച്ചില്ല. വിവാഹത്തിൽ പോലും അവൾ ശരിക്കും വഞ്ചിക്കപ്പെടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ യാക്കോബാണോ ഇവിടെ വഞ്ചിക്കപ്പെട്ടത്? ലേയായിരിക്കും ഇവിടെ വഞ്ചിക്കപ്പെട്ടത് കൂടുതലായി. യാക്കോബിന് ലേയ അല്ലെങ്കിൽ റാഹേലിനെ കിട്ടും. അന്നേരെ എന്റെ ചിന്ത കേട്ടോ, അന്നേരെ അപ്പനോട് പറഞ്ഞതല്ല ലാബാനോട്, അപ്പ ഇത് ശരിയാകത്തില്ല. ഇന്നത്തെ പോലൊന്നും അല്ലല്ലോ. ഇന്ന് പിള്ളേര് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയെന്ന് വരും, ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുക്കുന്നത് വരും, വേണ്ട എന്ന് പറഞ്ഞു വരും. എത്ര കുഞ്ഞുങ്ങൾ ആ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്. അപ്പം പറഞ്ഞു, അതൊന്നും പറ്റില്ല, നീ വിവാഹത്തിന് സമ്മതിക്കണം. അപ്പൊ പറഞ്ഞു, അപ്പ ഇത് റാഹേലിന്റെ കല്യാണമല്ല നടത്തിയായിട്ട് എല്ലാവരോടും പറഞ്ഞേക്കുന്നത്. വന്നവരോടെല്ലാം ലേയുടെ കല്യാണം എന്ന് പറഞ്ഞു കാണും. പക്ഷെ യാക്കോബ് മാത്രം അറിഞ്ഞു കാണത്തില്ല. നാട്ടുകാരെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കല്യാണം ശരിയാകത്തില്ലെന്ന് പല പ്രാവശ്യം ആര് പറഞ്ഞതാ? ലേയ പറഞ്ഞു കാണും. അപ്പം പറഞ്ഞു, മോളെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് 2 ദിവസം കഴിഞ്ഞാലേ പല പെൺപിള്ളാരെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന അങ്ങനെയാകും കേട്ടോ. അപ്പന്മാരും വീട്ടുകാരും കിട്ടുന്ന രീതിയിൽ ചതിവിൽപ്പെടുത്തിയാണ് ചില സഹോദരിമാർ, ചില കുഞ്ഞുങ്ങളെ പലപ്പോഴും പാസ്റ്റർമാര് കൂട്ടി നിൽക്കാറുണ്ട്. പാസ്റ്ററെ വിളിച്ച് ചോദിക്കും, ചെറുക്കനുണ്ടോ? ഒരു കുഴപ്പമില്ല, നല്ല ചെറുക്കനാ, ഒരു കുഴപ്പമില്ല. ആരാധനയ്ക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട്. ഈ മാസം മുതൽ വന്നേ ഉള്ളൂ. എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നുണ്ട്. കള്ള് കുടിക്കുവോ? ഇല്ല, കള്ളൊന്നും കുടിക്കത്തില്ല. പക്ഷെ കള്ളൊന്നും കുടിക്കത്തില്ല, ബ്രാൻഡിയെ കുടിക്കത്തുള്ളന്നേ ഉള്ളൂ.
പാസ്റ്റർ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ, കള്ളു കുടിക്കുമെന്ന് വെച്ചാൽ കള്ളു കുടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പിന്നെ പുകവലി ഒന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെ അവനൊന്നും പാസ്റ്റർ മിണ്ടത്തില്ല. എത്ര കുഞ്ഞുങ്ങളെയാണെന്നറിയാമോ പാസ്റ്റർമാര് ചതിച്ചു. പാസ്റ്റർമാർക്ക് അതേ പറ്റുള്ളൂ പ്രിയമുള്ളവരെ. പെണ്ണ് ചെറുക്കൻ മോശമാന്ന് പറഞ്ഞിട്ട് ഞാൻ സഭ ഇരിക്കാൻ പറ്റുമോ? ചെറുക്കൻ്റെ അപ്പം വെച്ചേക്കുവോ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ എന്നോട് വിളിച്ചു, നമുക്ക് അങ്ങനെ സംഭവം ഇവിടെ ഇല്ലല്ലോ, എങ്കിൽ പോലും പാസ്റ്ററെ വിളിച്ച് ചോദിച്ചാൽ ആ ചെറുക്കന്റെ കല്യാണം എങ്ങനെയും നടന്നു പോട്ടെന്നല്ല പാസ്റ്റർ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ കല്യാണം നടത്തുമ്പം സ്ഥലസഭയിൽ ഒറ്റ പാസ്റ്റർമാരെ വിളിച്ച് ചോദിക്കരുത് കേട്ടോ. ആ പാസ്റ്റർമാരെ ധർമ്മസങ്കടത്തില് ആക്കരുത്. പാസ്റ്റർമാരെ കൊണ്ട് മനഃപൂർവ്വം കള്ളം പറയിപ്പിക്കരുത്. അതുകൊണ്ട് അയൽവക്കത്ത് പരിചയമുള്ള പാസ്റ്റർമാരെയും ചുറ്റുമുള്ള ദൈവമക്കളെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെറുക്കനും പെണ്ണും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചറിഞ്ഞിട്ടേ വിവാഹം നടത്താവൂ. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് പറഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ചെറുക്കന് അപ്പോ പിന്നെ ഇവൾക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല. അപ്പം പറഞ്ഞ് 2 ദിവസം കൊണ്ട് ശരിയാകും. 7 വർഷം കൊണ്ട് ശരിയായില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശരിക്കു പറഞ്ഞാൽ യാക്കോബ് അവളെ സ്നേഹിച്ചില്ല. വിവാഹത്തിൽ പോലും അവൾ വഞ്ചനയുടെ വഴിയിലൂടെയാണ് പ്രവേശിച്ചത്. ജീവിതത്തിൽ അവളുടെ കണ്ണ് ഒന്നുകൂടെ കുഴിഞ്ഞ് താണു. പ്രൈസ് ദി ലോർഡ്. അവളുടെ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് യാക്കോബാണ്, ഭർത്താവാണ്. ഭർത്താവിൽ നിന്നൊരു സന്തോഷം ലഭിക്കുമെന്ന് അവൾ ഓരോ ദിവസവും വിചാരിച്ചു. പക്ഷെ അവളുടെ ജീവിതത്തിൽ സന്തോഷം ലഭിച്ചില്ല പ്രിയമുള്ളവരെ. അവൾക്ക് ശോഭയില്ലാത്ത കണ്ണുകൾ ഒന്നുകൂടെ കുഴിഞ്ഞെത്താണ്. അവളുടെ കവിൾത്തടം ഉറക്കമില്ലാത്ത രാത്രികളിൽ കറക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവളുടെ ജീവിതത്തിൽ നിരസിക്കപ്പെട്ടവരുടെ ദുഃഖം, ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം നിരസിക്കപ്പെടുന്നവരുടെ ദുഃഖമാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം ഒറ്റപ്പെടുന്നവരുടെ ദുഃഖമാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം തള്ളപ്പെടുന്നവരുടെ ദുഃഖമാണ്. പ്രൈസ് ദി ലോർഡ്. ഭർത്താവിനാൽ തള്ളപ്പെടുന്നത്, ഭാര്യയാൽ തള്ളപ്പെടുന്നത്, കുഞ്ഞുങ്ങളാൽ തള്ളപ്പെടുന്നത്, മാതാപിതാക്കളാൽ തള്ളപ്പെടുന്നത്, സഹോദരങ്ങളാൽ തള്ളപ്പെടുന്നത്, അയൽക്കാരാൽ തള്ളപ്പെടുന്നത്, സഭക്കാരാൽ തള്ളപ്പെടുന്നത്, പാസ്റ്റർമാരാൽ തള്ളപ്പെടുന്നത്, സമൂഹത്താൽ തള്ളപ്പെടുന്നത് ഏറ്റവും വലിയ ദുഃഖമാണ്. മനുഷ്യന് സാമൂഹ്യ ജീവിയാണ്. അവനെപ്പോഴും സമൂഹത്തിലുമായി ബന്ധപ്പെട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിരസിക്കപ്പെട്ടവരുടെ ഒരു ദുഃഖം. ഭർത്താവിന്റെ സ്നേഹം അവൾ ഓരോ ദിവസവും ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു നല്ല വാക്ക് അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യാക്കോബിൽ നിന്ന് കുത്തുവാക്കുകൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ചിലപ്പോഴൊക്കെ പറഞ്ഞു കാണും, എന്റെ അപ്പൻ എന്നെ പറ്റിച്ച് എന്റെ ചുമലിലായെന്നൊക്കെ പറഞ്ഞു കാണും. പ്രൈസ് ദി ലോർഡ്. അവൻ വീട്ടിൽ പറയും താമസിക്കുന്നത് കൊണ്ട് ഇത് കൂടുതൽ വിഷയമാക്കാൻ പറ്റുകയില്ല. സ്വന്തം വീട്ടിലാണെങ്കിൽ പറയും നിന്റെ അപ്പൻ എന്നെ പറ്റിച്ച് എന്റെ തലയെ കൊണ്ട് വെച്ചെന്നൊക്കെ പറഞ്ഞ് അവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാം, പാത്രങ്ങളൊക്കെ വലിച്ചെറിയാം, വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ പറ്റത്തില്ല. ലാബാന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അമർഷമൊക്കെ ഇങ്ങനെ കടിച്ച് ഒതുക്കി ആമേൻ. വേറൊരു മാർഗം സ്വന്തം അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവം അവിടെ പൂട്ടിട്ടിരിക്കുകയാണ്. കാരണം ഏശാവിന്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏശാവ് കൊല്ലും. പ്രൈസ് ദി ലോർഡ്. വേറെ എങ്ങോട്ട് പോകാനാ? വേറെ എങ്ങോട്ട് പോകാൻ മാർഗമില്ല. ആമേൻ. ഉണ്ടായിരിക്കുന്ന ആടുമാടുകളൊക്കെ അമ്മാച്ചന്റെയാ. അത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ആഗ്രഹം നിൽക്കുന്നത് റാഹേലില്ല. ആടിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതുപോലെ റാഹേലിനെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. റാഹേലിനെ വിളിച്ചാലും റാഹേലിന് പറയും അപ്പന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം. യാക്കോബിന്റെ സ്വഭാവത്തിന് എന്റെ ചിന്ത കേട്ടോ, ഒന്നും വേദപുസ്തകത്തിലല്ലോ, നിങ്ങൾ ഇതൊന്നും പിന്നെ നാളെ വിമർശനമൊന്നും ആക്കരുത്. യാക്കോബിന്റെ സ്വഭാവത്തിന് എന്നെ റാഹേലിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങേണ്ടതാണ്. റാഹേല് നല്ലൊരു പെൺകുട്ടി ആയതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്തില്ല? യാക്കോബിന്റെ ഒപ്പം
പോയില്ല. ഇന്നത്തെ കാലമൊന്നുമല്ല, അന്ന് മൊബൈലും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത ഒരു കാലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയ ലോകപരിചയമൊന്നും ഇല്ലാത്ത ഒരു കാലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ 7 വർഷം കൂടെ യാക്കോബ് കാത്തിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് യാക്കോബ് അവളെ സ്നേഹിച്ചില്ല. വിവാഹത്തിൽ പോലും ലേയ വഞ്ചനയിലൂടെ വഴിയിലൂടെ പ്രവേശിച്ചു. ജീവിതത്തിൽ നിരസിക്കപ്പെട്ടവരുടെ ദുഃഖം അവൾ എല്ലാ ദിവസവും അനുഭവിക്കുകയാണ്. ഭർത്താവിന്റെ സ്നേഹമില്ലായ്മ അനുഭവിക്കുകയാണ്. സഹോദരിയുടെ മുന്നിൽ ഇടറി നിൽക്കുകയാണ്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞ യാക്കോബ് ചെല്ലും. അതുമില്ല. കാരണം എപ്പ കാണുമ്പോഴും റാഹേലിനെയാ കാണുന്നത്. ആര് കാണുന്നത്? യാക്കോബ് അല്ല, ലേയ ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്. മനസ്സിനകത്ത് അവിടെ കാണുമ്പോഴെല്ലാം നൊമ്പരം വന്ന് കാണും കേട്ടോ. നമ്മൾ ഇച്ചിരി അടുത്തേക്കൊന്ന് ലേയായി നമുക്ക് ആ വീട്ടിൽ അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഈ പേരിലല്ലേ യാക്കോബ് സ്നേഹത്തോടെ ഇടപെടാത്തത്. ഈ പേരിലല്ലേ തള്ളിക്കിടന്നത്. റാഹേൽ ഇല്ലായിരുന്നെങ്കിൽ, ആ വീട്ടിൽ ഒരു പെണ്ണേ ഉള്ളെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളെ ചിന്തിച്ചു നോക്കി, ആ വീട്ടിൽ ഒറ്റ പെണ്ണേ ഉള്ളെങ്കിൽ യാക്കോബ് പോകാൻ കഴിയും. വേറൊരു വഴി അവിടെ, വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല, വേറൊരു ചോയ്സ് അവിടെ ഇല്ല, വേറൊരു മാർഗമില്ല. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. കണ്ണിന് ശോഭയില്ല, മുഖത്തിന് ശോഭ കാണും. കണ്ണിന് ശോഭ ഇല്ലെങ്കിലും, കാരണം താരതമ്യമാണ്. റാഹേലിനെയും ലേയയോടെ വെച്ച് താരതമ്യം ചെയ്യുക. 2 മുഖങ്ങളാണ് നിൽക്കുന്നത്. Praise the Lord. ആമേൻ. താരതമ്യം ചെയ്യുകയാണ്. ഈ താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു നിരാശ വന്നതാണ്, ഒരു അപകർഷതാബോധം വന്നതാണ്. Praise the Lord. Praise the Lord. Praise the Lord. അപ്പന്റെ മുഖത്തേക്ക് നോക്കി വല്ലതും പറയാൻ പറ്റുമോ? അപ്പനെ ഞാൻ വിവാഹം കഴിക്കാതെ എന്താ മതിയായിരുന്നു എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റുമോ? ഇന്നത്തെ പോലെ പിള്ളേർക്ക് അങ്ങനെ ശബ്ദം എടുത്ത് പറയാൻ പറ്റും. നമുക്കറിയാമല്ലോ, 40 വർഷങ്ങൾക്ക് മുമ്പ് അപ്പന്മാരുടെ മുമ്പിൽ മക്കള് നിൽക്കുമോ? 40 വർഷം കഴിഞ്ഞപ്പോൾ മക്കളുടെ മുമ്പിൽ അപ്പന്മാര് നിൽക്കുന്നില്ല. പക്ഷെ അന്ന് അങ്ങനെയല്ല. പെൺപിള്ളേരൊക്കെ അപ്പന്മാരുടെ മുമ്പിൽ നിൽക്കില്ല. അല്ലെങ്കിൽ 50 വർഷം 60 വർഷമോ 70 വർഷമോ 75 വർഷമോ ഒക്കെ നമ്മളൊന്ന് പുറകോട്ട് നോക്കിയാൽ അപ്പന്മാരുടെ കാരണം കാണിക്കുന്ന ചെറുക്കനെ വിവാഹം കഴിച്ചേ പറ്റൂ. ചെറുക്കന്റെ സൗന്ദര്യം ഇല്ലെന്നോ വീട്ടുകാരില്ലെന്നോ അങ്ങനെയൊന്നും ഇല്ലെന്ന് പെണ്ണും കൂടിയാണ് ചെറുക്കന്റെ വീട്ടിലേക്ക് കാണാനായിട്ട് പോകുന്നത്. കാരണം ഞാൻ അവിടെ താമസിക്കേണ്ടതാണെന്ന് പറഞ്ഞു. പണ്ട് അങ്ങനെയല്ല. അപ്പം പറയും നീ അവനെ കെട്ടിയേ പറ്റൂ, ഓക്കെ, വേറെ മാർഗമില്ല, കല്യാണം കഴിച്ചു. ഇന്നത് പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ സഹോദരിയുടെ മുമ്പിൽ പലപ്പോഴും ഇടറിപ്പോകുന്ന, സഹോദരിയെ കാണുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന ആ സാഹചര്യത്തിനകത്ത് എവിടേക്കെങ്കിലും ഓടിപ്പോകാൻ പ്രാവീണ്യമുള്ളത് പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടിപ്പോകുമായിരുന്നു എന്ന് പലത് പ്രാവശ്യം ചിന്തിച്ച സന്ദർഭങ്ങൾ. ഈ സന്ദർഭങ്ങളിൽ പ്രൈസ് ദി ലോർഡ്, തനിക്ക് വീട്ടിനകത്തൊരു വിലയില്ല. കാരണം അപ്പൻ ചിന്തിക്കുക എവിടെയെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ വന്നപ്പോഴാണ് യാക്കോബ് വന്നത് അപ്പനൊരു സാധ്യതയായി. പക്ഷേ അവളുടെ മുമ്പിൽ വീട്ടിനകത്തൊരു വിലയില്ലാത്ത ഒരു സാഹചര്യത്തിനകത്ത് വരുമ്പോൾ അവള് ഇങ്ങനെ പാടിക്കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ പാട്ടുകാരൻ പിന്നീടാണിത് പാടിയത്. പക്ഷേ അവള് പാടിക്കാണും, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, എനിക്ക് സ്വരം പോഷല്ലേ പാടിയാട്ടെ, വേദനകളെന്നു തീരുമോ, കട്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കട്ടപ്പാടിൻ
ലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണു നീ എന്നോ മാറുമോ വേദന. കർത്താവിന്റെ ജീവിതത്തിൽ അങ്ങ് ഇറങ്ങി വരണം. എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം ദൈവമേ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ ഒന്ന് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം. എന്റെ കണ്ണുനീരൊന്ന് മാറുവാൻ, എന്റെ വേദനകളൊന്ന് മാറുവാൻ, എന്റെ ഭാരങ്ങളൊന്ന് മാറുവാൻ, എന്റെ വിഷമമൊന്ന് മാറുവാൻ. ഈ കഷ്ടപ്പാടിന്റെ ഈ കാലത്ത് രക്ഷിപ്പാനായി നീ വരണമേ എന്ന് ലേയ തീർച്ചയായിട്ട് പ്രാർത്ഥിച്ചത്. അവളുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. വിവാഹം കഴിച്ചപ്പോൾ അവൾ ചിന്തിച്ചു കാണും, എല്ലാം നേടിയെന്ന് ചിന്തിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. ഇനി അവൻ എന്നെ സ്നേഹിച്ച് പറ്റുകയുള്ളൂ എന്ന് അവൻ ചിന്തിച്ചു കാണും. അവൻ എന്നെ കരുതുമെന്ന് ചിന്തിച്ചു കാണും. അവൻ സ്നേഹത്തോടെ എന്നോട് സംസാരിക്കുമെന്ന് ചിന്തിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൾക്ക് പിന്നീട് മനസ്സിലായി കാണും. നമ്മൾ ഇന്നത്തെ ഒരു പാട്ടിന്റെ ശൈലിയിലൂടെ നമ്മൾ ചിന്തിച്ചാൽ, ഈകത്തിലൊന്നുമില്ലായി നേടിയതെല്ലാം മിഥ്യയേ. ഈകത്തിലൊന്നുമില്ലായി നേടിയതെല്ലാം മിഥ്യയേ. പരദേശിയാണുലകിൽ ഇവിടെന്നു മന്നേനല്ലോ. പരദേശിയാണുലകിൽ ഇവിടെന്നു മന്നേനല്ലോ. കണ്ണു നീ ദൈവത്തിന്റെ വൈദ്യുതി നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ പ്രയാസത്തിന്റെ അനുഭവത്തിലൂടെ, നിന്റെ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ നീ പോകുമ്പോൾ നീ രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ ചോദിച്ചു കാണാം, എന്നാ കണ്ണുനീരെന്ന് മാറുമോ, വേദനകളെന്ന് തീരുമോ? ഈ കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തില് ഒന്ന് രക്ഷിപ്പാനാകിട്ട് അന്ന് വേഗം ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള സന്ദർഭങ്ങളില് ദൈവം നിന്നെ മറന്നിട്ടില്ല. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരുന്ന കർത്താവാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മോനെ ആമേൻ. ജീവിതത്തിന്റെ മേടുകളിൽ ഏകനെന്ന് തോന്നുമ്പോൾ വചനം നൽകി, ധൈര്യം നൽകി നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. രാത്രി ഇന്ന് പകൽ ഭാരപ്പെടുമ്പോൾ ഒരുമിച്ച് നമുക്കൊന്ന് പാടാം. ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോൾ, ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോ ധൈര്യം നൽകിയിടും വചനം നൽകി. ആമേൻ. ധൈര്യം നൽകിയിടും വചനം നൽകി. നടത്തിയ വീരത്തോർത്താ നന്ദിയേ കീഴാതീരം നീടുമോ. നാഥൻ നടത്തിയ വേദങ്ങളോർത്താ നന്ദിയേ കീഴാതീരം നീടുമോ. നാഥൻ നടത്തിയ വേദ Praise the Lord. Hallelujah. Praise the Lord. ഞാൻ പറഞ്ഞ നമ്മൾ ഈ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യാക്കോബിന്റെ കണ്ണിൽ ലേയ തള്ളപ്പെട്ടവളാണ്. നാട്ടുകാരുടെ കണ്ണിൽ ലേയ തള്ളപ്പെട്ടവളാണ്. അപ്പന്റെ കണ്ണിൽ ലേയ തള്ളപ്പെട്ടവളാണ്. എന്നാൽ തള്ളപ്പെടാത്ത, ഒരിക്കലും തള്ളാത്ത കണ്ണുകൾ അവിടെ കണ്ടുകൊണ്ടിരുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഉൽപ്പത്തി 29:31 അത് വായിച്ചേ. ഉൽപ്പത്തി 29:30 ലേഖ പ്രൈസ് ദി ലോർഡ്. ദൈവം
ദൈവം അവൾക്ക് കുഞ്ഞിനെ നൽകിയ. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രതികരണം നിന്റെ ജീവിതത്തിന്റെ ചില കർത്തതയുടെ കട്ടപ്പാടിന്റെ കാലങ്ങളിലൂടെ നീ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം അവൾക്ക് കുഞ്ഞുങ്ങളെ നൽകുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ദൈവം തിരഞ്ഞെടുത്തതേ യാക്കോബിന്റെ ഇഷ്ടപത്നിയായ റാഹേലിന്റെ മക്കളിൽ നിന്നല്ല. പാപത്തിൽ പരാജയപ്പെട്ട, പാപത്തിൽ നിന്ദിക്കപ്പെട്ട, പാപത്തിൽ തള്ളപ്പെട്ട ഒരു മനുഷ്യവർഗത്തെ, അല്ലെങ്കിൽ യഹൂദ വംശത്തെ ദൈവത്തിലേക്ക് യാഗത്തിലൂടെ കൊണ്ടുവരുവാൻ, നിരപ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചത് ലേയയുടെ മക്കളെയാണ്. അഥവാ ലേവി ലേയയുടെ പൈതലാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. സ്തോത്രം ചെയ്താട്ടെ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന് ശ്രേഷ്ഠകരമായ ചില അനുഭവങ്ങൾ നിന്റെ ആത്മ ജീവിതത്തിൽ തരുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, യഹൂദ ആരുടെ മകനാ? ലേയുടെ മകനാ. ദാവീദിന്റെ വംശം യഹൂദ വംശത്തിൽ നിന്ന് തള്ളപ്പെട്ടവനിലൂടെ മകനാണ് സ്വീകാര്യനായി മാറിയത്. പക്ഷെ ദാവീദും ഇതിലൂടെ പോയതാണ്. സഹോദരങ്ങളാൽ തള്ളപ്പെട്ടു, അപ്പനാൽ തള്ളപ്പെട്ടു, അമ്മയാൽ തള്ളപ്പെട്ടു. കാട്ടിനകത്ത് ആമേൻ കാടിനെ മേകിച്ച് കണ്ണുകൾ കുഴിഞ്ഞ് കവിളുകൾ ഒട്ടി വേദനയുടെ അനുഭവത്തിലൂടെ, തള്ളപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ, വേദനയുടെ അനുഭവത്തിലൂടെ ദാവീദ് കടന്നുപോയപ്പോൾ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ദൈവം മാനിച്ചു. യഹൂദ ഗോത്രത്തിൽ നിന്നാണ്, ദാവീദിന്റെ വംശാവലിയിൽ നിന്നാണ് ക്രിസ്തു ജനിക്കുന്നത്. തള്ളപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ തള്ളിയ മൂലക്കല്ല് ദൈവത്തിന് ശ്രേഷ്ഠകരമായി തിരഞ്ഞെടുത്തത് ലേയയുടെ വംശാവലിയിൽ നിന്നാണ്. ജനപ്രകാര കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് കാണുന്ന ഭാവി, അത് നിന്റെ ഭാവി ദൈവത്തിന്റെ കയ്യിലാണ്, നിന്നെ കാണുന്ന മനുഷ്യരുടെ കയ്യിലല്ല. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, നിന്നെ കാണുന്ന, നിന്നെ കുറ്റം പറയുന്ന, നിന്നെ പരിഹസിക്കുന്ന, നിന്നെ തള്ളിക്കളയുന്ന മനുഷ്യരുടെ കയ്യിലല്ല, അത് ദൈവത്തിന്റെ കയ്യിലാണ്. കൂട്ടുകാരിൽ പരമായി എന്നിൽ ആനന്ദ തൈലം പകർന്ന് ശത്രുമധ്യേ നമ്മുടെ തല ഉയർത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബം ഏറ്റവും ചെറിയതായിരിക്കും. ബെന്യാമീൻ ഗോത്രത്തിലെ ഏറ്റവും ചെറിയവനായിരിക്കുന്ന ഗിദെയോനെ ദൈവം കരിവേലകത്തിന്റെ ചുവട്ടിൽ നിന്ന് എടുത്തുയർത്തിയതുപോലെ നീ ആയിരിക്കുന്ന ചില മേഖലകളുടെ കീഴിൽ നിന്ന് ദൈവം നിന്നെ എടുത്തുയർത്തുമെന്ന് ഇന്ന് പകൽക്കാലം നീ അത് വിശ്വാസത്തെ കണ്ട്, നീ അത് ദർശനത്തെ കണ്ട് നീ ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവം നീതിമാനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവത്തിന്റെ മുമ്പിൽ മുഖപക്ഷമില്ല. ലേയുടെ ജീവിതത്തിന്റെ ചില ആത്മീയ വളർച്ച നമ്മൾ കാണാൻ പോകുന്നു. അവൾക്ക് ആദ്യമായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ പേരെന്താ? രൂപൻ. രൂപൻ ജനിച്ചു. രൂപനെ കണ്ടുകൊണ്ട് അവൾ പറഞ്ഞു, ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. അപ്പോഴും അവൾ ദൈവത്തെ അല്ല നോക്കിയത്, ഭർത്താവിന്.
ഒരു കുഞ്ഞുണ്ടായപ്പോൾ അവൾ ചിന്തിച്ചു, ഇതെന്നെ ഭർത്താവ് സ്നേഹിക്കും. അവൾ ഭർത്താവിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത് ഓരോ ദിവസവും. ഭർത്താവിന് എന്നോട് സ്നേഹം കൂടുന്നുണ്ടോ? വാക്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? നോട്ടത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? കുറ്റപ്പെടുത്തൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? വീട്ടിലെ വഴക്ക്, ലാബാന്റെ വീട്ടിൽ വഴക്കില്ല കേട്ടോ, അത് വേറെ കാര്യം. കാരണം ലാബാന്റെ വീട്ടിൽ വഴക്കുണ്ടാക്കിയാൽ യാക്കോബിന്റെ കാര്യം പോക്കാണ്. വഴക്കുണ്ടാക്കാൻ പഠിക്കുന്ന ആളല്ല യാക്കോബ്. പക്ഷേ നമ്മൾ ഇന്നത്തെ ഭാഷ പറയുകയാണ്, വീട്ടിലെ വഴക്കൊന്ന് കുറയുന്നുണ്ടോ? ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. അതിലും ഭർത്താവ് അവളെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിലല്ലാതെ നമ്മൾ ആരിൽ പ്രതീക്ഷ വെച്ചുവോ അവിടെയെല്ലാം നമ്മൾ നിരാശപ്പെട്ടു പോകും. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. നിന്റെ പ്രത്യാശ ദൈവത്തിലായിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. കർത്താവിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും നിരാശരായിട്ടില്ല. ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പല പ്രാവശ്യം നിരാശയായി. രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു. ശിമെയോൻ. യഹോവ കേട്ടു. രാത്രിയിലെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു. കണ്ണുനീര് ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോഴും അവള് ലേവി ജനിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നോട് ചേർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഇതിലൊന്നും അവളുടെ പ്രതീക്ഷ സാധ്യമായില്ല. ഒരു ഭാര്യയുടെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം, എല്ലാ ഭർത്താക്കന്മാരും അറിയേണ്ടതിന്, ആമേൻ, ഞാൻ പറയുകയാണ്, ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഭർത്താവിൻ്റെ സ്നേഹവും ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനവും. ഭർത്താവിൽ നിന്ന്, ഞാൻ കണ്ണടച്ചോണ്ടാ കേട്ടോ പറയുന്നത്, നിങ്ങളെല്ലാവരും മുഖത്തോട് നോക്കണം, ഞാൻ കണ്ണടച്ചാ പറയുന്നത്. ആമേൻ. ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന കരുതലും ഒക്കെയാണ് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത്. എല്ലാം ഉണ്ടല്ലോ. ലാബാന്റെ വീട്ടിൽ എന്താ ഇല്ലാത്ത? എല്ലാം. മക്കളും ഉണ്ടായല്ലോ. പക്ഷേ ചിലൊക്കെ പറഞ്ഞതാണ്, ഭർത്താവ് സ്നേഹിച്ചില്ലെങ്കിൽ ഇപ്പൊ മക്കളില്ല സ്നേഹിക്കാൻ. മക്കൾക്കുള്ള സ്നേഹം മതിയോ ഒരു ഭാര്യയ്ക്ക്? അല്ലെ മക്കളുടെ സ്നേഹം മാത്രം മതി ഒരു ഭർത്താവിന്? നമ്മുടെ വീടുകളിലൊന്നും പിന്നെ മക്കളോട് ഇങ്ങനെ പറയത്തില്ലായിരിക്കും. പണ്ടത്തെ കാലഘട്ടത്തിൽ കൂടുതൽ കാലം കൂടെയാണ്. ഈ കാലഘട്ടത്തിൽ കാലം കൂടെ ഇപ്പം ഒത്തിരി ഇറങ്ങുന്നുണ്ട്. ഇതാ മോനെ കാലം കുടയുമായിട്ട് വരുന്നു. ഏതാ കാലം? പിന്നെ ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പം ഭാര്യമാര് പറയുന്ന ചില വാക്കുകളാണ്, കാലം കുടയുമായിട്ട് വരുന്നു. പോട്ടെ. അപ്പോഴേ ലേവി ജനിച്ചപ്പോ പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് എന്നോട് ചേർന്നിരിക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, നല്ല കറിയൊക്കെ വെച്ചാലേ ഒരു നല്ലൊരു അഭിനന്ദന വാക്കുകൾ പറയണം. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം. വീട്ടിൽ ഭാര്യമാരുണ്ടാക്കുന്ന കറികളും ഒന്നും ഭാര്യമാര് ടേസ്റ്റോടുകൂടി കഴിക്കാറില്ല. ചിലൊക്കെ എന്നെ സഹോദരന്മാരുടെ ഭാഗത്ത് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. തമാശ പറഞ്ഞാണ്. അപ്പോഴ് അവരുടെ ആ കറിയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അവർക്ക് കഴിക്കാനല്ല. ആർക്ക് കഴിക്കാനാ? ഒന്നാമത്തെ ആള് ഭർത്താവ്, രണ്ടാമത്തെ ആളാരാ? രണ്ടാമത്തെ ആള് മക്കൾ. ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ
ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മക്കൾ. അപ്പൊ അവർ നിങ്ങൾക്ക് കഴിക്കാനാണ് ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും ഈ കറിയും ചോറും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഒരു അഭിനന്ദന വാക്ക് ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യമാര് വെക്കുന്ന കറികൾക്ക് അവർക്ക് അതിന്റെ ടേസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഭാര്യമാരെയും മക്കളെയൊക്കെ വിളിച്ച് ഇടയ്ക്കൊരു ഹോട്ടലിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒരുമിച്ചൊരു ഭക്ഷണമൊക്കെ നിങ്ങളാരും മിണ്ടുന്നില്ല. സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിക്കണം. നിങ്ങൾ പോയി പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുമ്പോൾ ഭാര്യമാരും വീട്ടിലുണ്ട്. അവർ ഈ തീയും പുകയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പുകയില്ല, തീയുണ്ട്. അപ്പൊ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം അവർ അനുഭവിച്ച് വീട്ടിനകത്ത് ഇട്ടാവട്ടത്തിൽ ഈ വൃത്തത്തിനകത്ത് അവർ കിടന്ന് കറങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അവർക്കും ഇടയ്ക്കൊരു KFC-യിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇടയ്ക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഈ 3 കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോഴും ലേയയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഈ 3 കാര്യത്തിൽ അവൾക്ക് മനസ്സിലായി കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ടൊന്നും ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ പോകുന്നില്ല. 4ാമതൊരു കുഞ്ഞുണ്ടായി. 4ാമത്തെ കുഞ്ഞ് ആരാന്നറിയാമോ? യഹൂദ. 4ാമത്തെ കുഞ്ഞിന് അവൾ പേരിട്ടു, ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയെ സ്തുതിക്കും. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ നിന്ന് അവളുടെ ശ്രദ്ധ ദൈവത്തെങ്കിലേക്കാണ്. ഇവിടെ നിന്ന് നോട്ടം ദൈവത്തെങ്കിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ശിമയോൻ ജനിച്ചപ്പോൾ യഹോവ കേട്ടു എന്ന് വിശ്വസിച്ചു. പക്ഷേ ലേവി ജനിച്ചപ്പോൾ ഭർത്താവിനോട് ചേർന്നിരിക്കുമെന്ന് ചിന്തിച്ചു. പക്ഷെ യഹൂദ ജനിച്ചപ്പോൾ ഇപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയേ പറ്റുകയുള്ളൂ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പൈതലേ, നീ മനുഷ്യരിൽ ആശ്രയിക്കരുത്, നീ ദൈവത്തിൽ ആശ്രയിക്കണം. അവൾ ആ പേരിട്ട് വിളിച്ചപ്പോൾ പിന്നീട് അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. അവൾ ആത്മീയമായിട്ട്, ഞാനിത് ഇനി പഠനം നിർത്തുക, സമയം പോയതുകൊണ്ടാണ് കേട്ടോ. ഈ സമയം വീട്ടിൽ വേറെ ചില അത്ഭുതം നടന്നു. റാഹേലിന്റെ കുഞ്ഞുണ്ടായി. റാഹേലിന് കുഞ്ഞുണ്ടായപ്പോൾ പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവം പിന്നെയും അവളെ മാനിച്ചു. ആമേൻ. 3 കുഞ്ഞുങ്ങളെ കൂടെ ദൈവം അവർക്ക് നൽകി. കരയുയർത്തുന്ന സ്തോത്രം ചെയ്താണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നീട് നമ്മൾ ആ വചനത്തിലൂടെ ഒക്കെ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം അവളുടെ കണ്ണുനീര് കാണുന്നു. ഹാഗാർ അന്നായെ പോലെ ദൈവം അവളുടെ കണ്ണുനീര് കാണുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹാഗാറിന്റെ കണ്ണുനീര് കണ്ടവൻ, അന്നായുടെ കണ്ണുനീര് കണ്ടവൻ, ലേയയുടെ കണ്ണുനീര് കണ്ടു. അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി. കുടുംബത്തിലെ സമൂഹത്തിലെ പിന്നോക്കം വന്നവരെ ദൈവം തന്റെ മഹത്വത്തിലേക്ക് ഉയർത്തും. യേശു കർത്താവിന്റെ വംശാവലി ലേയയുടെ വഴിയാണെങ്കിൽ ആമേൻ, ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിൽ അവൾ പ്രധാനപ്പെട്ടവളായി, അവളുടെ കുട്ടികൾ പ്രധാനപ്പെട്ട വ്യക്തികളായി മാറി. പ്രൈസ് ദി ലോർഡ്. ലേവിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അവൾക്ക്. ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞ 4 പുത്രന്മാർ പറഞ്ഞല്ലോ, രൂബൻ, ശിമിയോൻ, ലേവി, യഹൂദ. അതിനുശേഷം ഇസ്സഹാർ, സെബൂലൂൻ. ലാസ്റ്റിൽ ഒരു മകളുണ്ടായി. അവളുടെ പേര് ദീന. ഇവിടെ യഹോവ എന്നെ കണ്ടു. ഇതാണ് ലേയയുടെ ഏറ്റവും വലിയ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലേയയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം,
ആമേൻ. അവളുടെ വീട്ടിൽ അവളെ ആർക്കും കാണാൻ പറ്റില്ല. എല്ലാവരും റാഹേലിനെ കുറിച്ചാണ് പ്രശംസിക്കുന്നത്. എല്ലാവരും റാഹേലിന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് പ്രശംസിക്കുന്നത്. എല്ലാവരും പറയുന്നതൊക്കെ റാഹേലിനെ കുറിച്ചാ. പക്ഷെ ഇതിന് നടുവിൽ ആമേൻ ലയെ മാത്രം എന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷെ അവരുടെ വീട്ടിൽ എല്ലാവരെക്കാൾ കൂടുതൽ ദൈവം ശ്രദ്ധിച്ചത് ലേയും യാക്കോബിനെയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അമ്മാച്ചന്റെ കയ്യിൽ നിന്നുള്ള സംരക്ഷണം ദൈവം യാക്കോബിന് നൽകിയപ്പോൾ ലേയെ ദൈവം നോക്കി. ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ശ്രദ്ധ, ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു പരിഗണന, ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു പദ്ധതി, ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു പ്ലാൻ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് ലേയെ കുറിച്ച് ഒരുക്കുകയായിരുന്നു. ലേയുടെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ടായിരുന്നു. ദൈവത്തിന്റെ കണ്ണ് ഭൂമി മുഴുവൻ മൂടാടി സഞ്ചരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഭക്തന്മാരെ നോക്കുമ്പോൾ, ദൈവത്തിന്റെ ഭക്തന്മാരുടെ നിലവിളി കേൾക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ശ്രദ്ധ, ഒരു പ്രത്യേകമായ ഒരു പരിഗണന, ഒരു പ്രത്യേകമായ കരുതല്, ശോഭയില്ലാത്ത ആ കണ്ണുകൾ ഒരിക്കലും തിളങ്ങണം. ആ ശോഭയില്ലാത്ത കണ്ണുകൾ അവൻ തിളങ്ങിയത് അവൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ്. തിളക്കമില്ലാത്ത കണ്ണുകൾ തിളങ്ങിയത് ദൈവത്തെങ്കിലേക്ക് നോക്കിയപ്പോഴാണ്. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ പൈതലേ, നീ നിരസിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നിന്റെ ജോലി സ്ഥലത്ത് നീ അവഗണിക്കപ്പെടുമ്പോൾ, സമൂഹത്തിൽ നീ അവഗണിക്കപ്പെടുമ്പോൾ, കുടുംബത്തിൽ നീ വിലയിരുത്തപ്പെടുമ്പോൾ, ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് പോലും നിന്നെ ആളുകൾ കാണാതിരിക്കുമ്പോൾ, പലരും നിന്നെ വഞ്ചിക്കുമ്പോൾ, അവൻ സ്നേഹക്കുറവ് ഉണ്ടാകുമ്പോൾ, ആത്മീയമായി നീ പിന്നോക്കം പോകുമ്പോൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം നിന്നെ കാണുന്നു എന്ന് നീ മറക്കരുത്. ദൈവം നിന്നെ കാണും. നീ ആത്മീയമായിട്ട് നീ പിന്നോട്ടായിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ വചനത്തോട് നീ പറയട്ടെ, നീ മുന്നോട്ട് വരണം. ചില മേഖലകളിൽ നീ മാറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ പ്രാർത്ഥനയിൽ നീ പുറകോട്ട് പോയി, ആത്മീയത്തിൽ നിന്ന് മുന്നോട്ട് പോയി, സഭയിലെ കാര്യങ്ങളിൽ നീ പിന്നോട്ട് പോയി, കൂട്ടായ്മകളിൽ നീ മുന്നോട്ട് പോയി, സ്നേഹബന്ധങ്ങളിൽ നീ മുന്നോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ മനുഷ്യരെ കാണുന്നത് കൊണ്ട്, നീ ദൈവത്തെ കണ്ടാൽ ഒരിക്കലും നിനക്ക് പിന്നോട്ട് പോകാൻ കഴിയുകയില്ല. നീ മനുഷ്യനെ നോക്കിയല്ല വിശ്വാസത്തിൽ ഇറങ്ങിയത്, നീ ദൈവത്തെ നോക്കിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാൾ വലിയ അപമാനം സഹിച്ച നീ ഇതിലേക്ക് ഇറങ്ങിയത്, ഇതിനേക്കാൾ വലിയ കുറ്റപ്പെടുത്തലുകൾ കേട്ട നീ ഇതിലേക്ക് ഇറങ്ങിയത്. അന്ന് നിന്റെ മനസ്സ് പതറിയില്ല, അന്ന് നിന്റെ മനസ്സ് തളർന്നില്ല, അന്ന് നിന്റെ മനസ്സ് ക്ഷീണിച്ചില്ല, അന്ന് നിന്റെ മനസ്സ് പിന്നോട്ട് പോകില്ല. പക്ഷേ ചില പ്രയാസത്തിന് മധ്യേ സഭയ്ക്കകത്തുനിന്ന് ചില വേദനിപ്പിക്കുന്ന വാർത്തകൾ, വാക്കുകൾ, വേദനിപ്പിക്കുന്ന ചില നോട്ടങ്ങൾ, വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സഭയ്ക്കകത്ത് വന്നപ്പോൾ നീ ആത്മജീവിതത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നോട് ഇന്ന് പകൽക്കാലം പറയുന്നു, നീ മുന്നോട്ട് വരിക, നീ മുന്നോട്ട് വരിക. മറ്റാർക്കുമില്ലാത്ത ഒരു പരിഗണന, മറ്റാർക്കുമില്ലാത്ത ഒരു പരിഗണന, മറ്റാർക്കുമില്ലാത്ത ഒരു പരിഗണന, മറ്റാർക്കുമില്ലാത്ത ഒരു പരിഗണന എനിക്ക് നിന്നെ കുറിച്ചുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ജീവിതത്തിന്മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ജീവിതത്തിന്മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ധൈര്യം നൽകിയിടും വചനം നൽകി, ധൈര്യം നൽകിയിടും വചനം നൽകി